ഹലോ ആൻഡ് വെൽക്കം ടു സോൾ എഡ്യൂക്കേറ്റേഴ്സ്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് അവർ പാസ്റ്റ് വൺ എന്ന പുസ്തകത്തിലെ 6ാം ക്ലാസ്സിലെ അവർ പാസ്റ്റ് വൺ എന്ന പുസ്തകത്തിലെ ചാപ്റ്റർ 2 ആണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ നോക്കിയത് വാട്ട്, വെയർ, ഹൗ ആൻഡ് വെൻ എന്ന അധ്യായമായിരുന്നു. അതും അവർ പാസ്റ്റ് വണ്ണിലെ 1ാമത്തെ അധ്യായം തന്നെയായിരുന്നു. ഇതിൽ നമ്മൾ കുറേ അധികം കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിരുന്നു. നർമ്മദ നദിയെ പറ്റിയിട്ടും ഇൻസ്ക്രിപ്ഷൻസിനെ പറ്റിയിട്ടും ചില പർവ്വത നിരകളെ പറ്റിയിട്ടും പ്രത്യേകിച്ച് സുലൈമാൻ ആൻഡ് കർത്താർ ഹിൽസിനെ പറ്റി, അല്ലെങ്കിൽ ഗാറോ ഹിൽസിനെ പറ്റി, വിന്ധ്യാസിനെ പറ്റിയിട്ട്, ഗാഞ്ചസിനെ പറ്റിയിട്ട്, 8000 വർഷങ്ങൾക്ക് മുൻപ് കൃഷി തുടങ്ങിയ രീതികളെ പറ്റിയിട്ട് തുടങ്ങിയ കുറച്ച് കാര്യങ്ങൾ നമ്മൾ 1ാമത്തെ അധ്യായത്തിൽ നിന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. അതിന്റെ ബാക്കി എന്നോണമാണ് നമ്മുടെ ഈ 2ാമത്തെ അധ്യായം തന്നെ വരുന്നത്. ഈ 2ാമത്തെ അധ്യായത്തിന്റെ ടൈറ്റിൽ എന്ന് പറയുന്നത് ഓൺ ദ ട്രെയിൽ ഓഫ് ഏർലിയസ്റ്റ് പീപ്പിൾ എന്ന് പറയുന്ന ഒരു അധ്യായം തന്നെയാണ്. അല്ലെങ്കിൽ പഴയ ചിലവരുടെ പുസ്തകങ്ങളിൽ പുസ്തകത്തിന്റെ ടൈറ്റിൽ ഒരു പേര് വ്യത്യാസമുണ്ടാവും. ഫ്രം ഹണ്ടിങ് ഗ്യാതറിംഗ് ടു ഗ്രോയിങ് ഫുഡ് എന്ന ഒരു ടൈറ്റിലായിരിക്കും ചിലപ്പോൾ കിടക്കുക. ചിലപ്പോൾ ഇതേ പുസ്തകം തന്നെയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ എളുപ്പമായിരിക്കും. ചില പുസ്തകങ്ങളിൽ മറ്റൊരു അധ്യായത്തിന്റെ പേരാണ് അല്ലെങ്കിൽ മറ്റൊരു പേരാണ് ഈ അധ്യായത്തിന് നൽകിയിരിക്കുന്നത്. പക്ഷെ തുടങ്ങിയ പുസ്തകത്തിന്റെ പാറ്റേൺ എല്ലാം തന്നെ ഇതേ കണ്ടന്റ് തന്നെയാണ് എന്നതാണ് നമുക്ക് വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുക. ഇവിടെ നമ്മൾ നോക്കാൻ പോകുന്നത് ദ ട്രെയിൽ ഓഫ് ഏർലിയസ്റ്റ് പീപ്പിൾ, അതായത് മുൻഗാമികളായിട്ടുള്ള ആൾക്കാരുടെ ജീവിതം എങ്ങനെയായിരുന്നു, എങ്ങനെയാണ് അവരുടെ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് തുടങ്ങിയ കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. അപ്പൊ അതിനകത്ത് നമ്മൾ കുറച്ച് കാര്യങ്ങൾ നമ്മളിവിടെ ഒഴിവാക്കി കളഞ്ഞിട്ടുണ്ട്. എങ്ങനെയാണ് കൃഷി ചെയ്തത്, എങ്ങനെയാണ് ചില മരണശേഷം ആൾക്കാരുടെ ശരീരം എങ്ങനെയാണ് മറവ് ചെയ്തിരുന്നത് തുടങ്ങിയ കുറച്ച് കാര്യങ്ങൾ മറ്റു പുസ്തകങ്ങളിൽ നിന്ന് മാറ്റി ഈ പുസ്തകത്തിൽ ഒഴിവാക്കിയിട്ടുണ്ടെന്ന് നമുക്ക് കാണാൻ സാധിക്കും. എന്നിരുന്നാൽ പോലും പ്രധാനപ്പെട്ട കണ്ടന്റുകളെല്ലാം തന്നെ അങ്ങനെ തന്നെ ഉണ്ട് എന്നതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു പുസ്തകം നിങ്ങൾ വായിച്ചാൽ മതിയാകും. ഇതിന് ശേഷം നമ്മൾ തുടങ്ങുന്ന, അല്ലെങ്കിൽ ഈ ഒരു 10 അധ്യായങ്ങൾക്ക് ശേഷം നമ്മൾ തുടങ്ങുന്ന, അല്ലെങ്കിൽ ഓൾഡ് NCERT ക്ലാസ്സുകൾ നോക്കുമ്പോൾ കുറച്ചും കൂടെ സ്ഥിരമായിട്ടുള്ള കണ്ടന്റ് നമുക്ക് ലഭിക്കുകയും ചെയ്യും. അപ്പോൾ ഫോർ ദ ടൈം ബീങ് ഈ ഒരു കണ്ടന്റ് ഒന്ന് വായിക്കുന്നത് നല്ലതാണ്. അപ്പൊ ഇവിടെ നിന്ന് നോക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഒരു ബോക്സ് തന്നിട്ടുണ്ട്. തുഷാർ വാസ് ഗോയിങ് ഫ്രം ഡൽഹി ടു ചെന്നൈ ഫോർ ഹിസ് കസിൻസ് വെഡിങ്. They were traveling by train and he had managed to squeeze into the window seat, his nose glued to the glass pane as he watched trees and houses fly past. His uncle tapped his shoulder and said, "Do you know that the trains were first used about 150 years ago, and the people began using buses a few decades later?" Tushar wondered, when people couldn't travel quickly from one place to another, did they spend their entire life wherever they were born? ഇതാണ് ആദ്യത്തെ ഒരു ക്വസ്റ്റ്യൻ നമ്മൾക്ക് തന്നുകൊണ്ടാണ് ഈ പുസ്തകം തുടങ്ങുന്നത്. അതായത് ഇവിടുത്തെ ഒരു നക്ഷൽ ഇത്രയേ ഉള്ളൂ. നമ്മളുടെ ട്രെയിനുകളും ബസ്സുകളും ഒക്കെ വളരെ പ്രചാരം നേടുന്നതിന് മുൻപ് ആളുകൾ എങ്ങനെയാണ് യാത്ര ചെയ്തിരുന്നത്, അതാണ് ഈ ചാപ്റ്ററിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കോർ എന്ന് പറയുന്നത്. അതായത് ആളുകൾ ഒരിടത്ത് തന്നെയാണോ സ്ഥിരമായി താമസിച്ച് ജീവിച്ച് മരിക്കുകയായിരുന്നോ, അല്ലെങ്കിൽ അവർ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് യാത്രകൾ ചെയ്തിരുന്നോ തുടങ്ങിയ കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്നത്. ഇവിടെ നമുക്ക് മനസ്സിലാക്കുമ്പോൾ ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കീവേഡ് എന്ന് പറയുന്നത് ഹണ്ടർ ഗ്യാതറേഴ്സ് എന്നുള്ളതാണ്. എന്താണ് ഈ ഹണ്ടർ ഗ്യാതറേഴ്സ്? നമ്മൾ കഴിഞ്ഞ അധ്യായത്തിൽ പഠിച്ചിട്ടുണ്ട്. പീപ്പിൾ ദേ ട്രാവൽഡ് എ ലോട്ട് ഇൻ സെർച്ച് ഓഫ് ഫുഡ്. അവരുടെ ആഹാരത്തിന് വേണ്ടിയിട്ട് അവർ ഒരുപാട് യാത്രകൾ ചെയ്തിട്ടുണ്ട് എന്ന് നമുക്കറിയാം. അത് എങ്ങനെയാണ് യാത്ര ചെയ്തത്? ചിലപ്പോൾ നടന്നു തന്നെയാണ് അധികം യാത്ര ചെയ്യുക. പിൽക്കാലത്ത് കാലങ്ങൾ മാറുന്നതനുസരിച്ചിട്ടാണ് മൃഗങ്ങളും അല്ലെങ്കിൽ മറ്റു വാഹനങ്ങളും ഒക്കെ ഇവരുടെ ജീവിതത്തിലേക്ക്, അല്ലെങ്കിൽ നമ്മുടെയൊക്കെ ജീവിതത്തിലേക്ക് കടന്നു വന്നിരുന്നത്. ഇപ്പൊ എന്തിനു വേണ്ടിയിട്ടാണെങ്കിലും ഇവരുടെ പ്രധാനമായിട്ടും ഇവിടുത്തെ കീവേഡ് എന്ന് പറയുന്നത് ഹണ്ടർ ഗ്യാദറേഴ്സ് എന്നാണ്. അല്ലെങ്കിൽ ഹണ്ടർ അല്ലെങ്കിൽ ഗ്യാദറേഴ്സ്, ഒന്നുകിൽ വേട്ടക്കാർ അല്ലെങ്കിൽ ശേഖരിക്കുന്ന ആൾക്കാർ. ഈ ഭക്ഷണം ശേഖരിക്കുകയാണെങ്കിലും വേട്ടയാടുകയാണെങ്കിലും രണ്ടും അത്ര ഈസി ആയിട്ടുള്ള ഒരു കാര്യമല്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പല കാരണങ്ങളുണ്ട്. ഒന്ന്, ഈസി ആയിട്ട് നമുക്ക് പിടിക്കാൻ പറ്റുന്ന ഒന്നല്ല ഇരപിടുത്തം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ വേട്ടയാടൽ എന്ന് പറയുന്നത്. 2, സീസണൽ അവൈലബിലിറ്റി ഉണ്ട്. ഇനി ഇൻ കേസ് നമുക്ക് ആവശ്യമുള്ളത് നമ്മൾ കളക്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ പോലും സീസണൽ അവൈലബിലിറ്റി എന്നുണ്ട്. അവൈലബിലിറ്റി ഓഫ് വാട്ടർ, അതുപോലുള്ള അല്ലെങ്കിൽ എക്സ്ട്രീം കണ്ടീഷൻസ് ഓഫ് വെതർ തുടങ്ങി പല കാരണങ്ങൾ ഇവരുടെ ജീവിതത്തിൽ നേരിട്ടിട്ടുണ്ടാവാം. അപ്പോൾ എന്ത് ചെയ്യണം? ഇവർ ഒരിടത്ത് ഉഷ്ണം കൂടുമ്പോൾ അല്ലെങ്കിൽ വേനൽക്കാലം കൂടുമ്പോൾ they were being forced to
മൈഗ്രേറ്റ് ഫ്രം വൺ പ്ലേസ് ടു അനദർ ഇൻ സെർച്ച് ഓഫ് വാട്ടർ, അല്ലെ? അതുപോലെ തന്നെ ഇതുപോലെയാണ് ഈ മൃഗങ്ങൾ എന്താണ് മറ്റൊരു ഇര പിടിക്കാൻ വേണ്ടി പോകുമ്പോൾ അല്ലെങ്കിൽ വേട്ടയാടുമ്പോൾ പോലും എന്താണ് ചെയ്യുക? ദേ ട്രാവൽഡ് എ ലോട്ട്. അതുകൊണ്ട് തന്നെ എന്താണ് ഈ ഒരു സ്ഥലങ്ങളിൽ മാത്രം ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരം ഇവിടെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഡിഡ് ദേ സ്പെൻഡ് ദെയർ എൻറ്റയർ ലൈഫ് വേർ എവർ ദേ വെർ ബോൺ? നോട്ട് ക്വൈറ്റ്. ഇതാണ് ഇതിന്റെ ഉത്തരം. കാരണം എന്താണ്? ബിക്കോസ് 2 മില്യൺ ഇയേഴ്സ് എഗോ, അല്ലെങ്കിൽ 20 ലക്ഷം വർഷങ്ങൾക്ക് മുൻപ് നമ്മൾ ചിന്തിക്കുന്നതിനപ്പുറത്തേക്ക് ഈ രാജ്യം അല്ലെങ്കിൽ ഈ ഒരു സബ് കോണ്ടിനെന്റ് നമുക്ക് ചിന്തിക്കാൻ, അല്ലെങ്കിൽ നമ്മളുടെ ഓർമ്മകളിൽ നമ്മുടെ ബുദ്ധിക്ക് ചിന്തിക്കാൻ പറ്റുന്നതിനപ്പുറത്തേക്കുള്ള വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ടെറൈൻ ആയിരുന്നു. ഈവൻ ദോ ദ പീപ്പിൾ മാനേജ് ടു ട്രാവൽ എ ലോഡ് ഇൻ സെർച്ച് ഓഫ് ദ ഫുഡ് ആൻഡ് ഇൻ വാട്ടർ. Generally, they hunted wild animals, caught fish and birds, gathered fruits, roots, nuts, seeds, leaves, stalks, and eggs. The immense variety of plants in a tropical land like ours meant that gathering plants produced an extremely important means of obtaining food. None of these things was easy to do. There are several animals that run faster than us. Many are stronger. To hunt animals or catch fish and birds, people need to be alert, quick, and have a lot of presence of mind. To collect plant produce, you need to find out which plant or parts of plants are edible. That is, can be eaten, as many can be poisonous. ഇത്തരത്തിലുള്ള പല ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു പോയിന്റുകളും ആരെ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു? നമ്മളുടെ പൂർവികരെ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു പ്ലാന്റ് കിട്ടുന്നുണ്ട് എന്ന് പറഞ്ഞാലും അവർക്ക് എല്ലാം തന്നെ എഡിബിൾ ആയിരിക്കണം എന്ന് നിർബന്ധമില്ല. എല്ലാം എഡിബിൾ ആയിട്ടുള്ള ഭക്ഷണമായിരിക്കില്ല, അല്ലെങ്കിൽ എഡിബിൾ ആയിട്ടുള്ള പാർട്ടുകളാണ് ആവണമെന്ന് നിർബന്ധമില്ല. നമുക്ക് തന്നെ അറിയാം, റീസെന്റ് പല വാർത്തകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. ഏതോ ഒരു പൂവ് കഴിച്ചതിന്റെ പേരിൽ ആളുകൾ മരിച്ചു പോയിട്ടുണ്ട്. സോ ദാറ്റ് ഇവിടെ നിന്ന് മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, എല്ലാ പ്ലാന്റ് പാർട്ടുകളും എഡിബിൾ അല്ല. അപ്പം ഇവർക്ക് എന്തുണ്ടാവണമോ, ഇത്തരത്തിലുള്ള ഒരു വലിയ സ്കിൽ ഉണ്ടാവണമായിരുന്നു. അതെങ്ങനെയാണ്? പലപ്പോഴും എക്സ്പീരിയൻസിൽ നിന്നായിരിക്കും നേടിയിട്ടുള്ള ഒന്നായിരിക്കാം. ഈവൻ ദോ ഇൻ സെർച്ച് ഓഫ് ദാറ്റ് പർട്ടിക്കുലർ ഫുഡ് ദേ ട്രാവൽഡ് എ ലോട്ട്. അപ്പൊ ഒരിടത്ത് തന്നെ ജീവിച്ച് അവസാനിക്കുന്ന ഒരു സാധ്യതകളല്ലായിരുന്നു ഉണ്ടായിരുന്നത്. There are at least 4 reasons why hunter-gatherers moved from place to place. ഇവിടെ 4 പ്രധാനപ്പെട്ട ഒരു കാരണങ്ങൾ പറഞ്ഞിട്ടുണ്ട്. If they had stayed at one place for a long time, they would have eaten up all the available plant and animal resources. Therefore, they would have had to go elsewhere in search of food. ഒന്നാമത്തെ കാരണം പറയുന്നു, എന്താണ്? ഒരിടത്ത് താമസിച്ചിരുന്നെങ്കിൽ അവിടെ ഉണ്ടാവാൻ സാധ്യതയുള്ള എല്ലാ എഡിബിൾ ഗുഡ്സും അവർ കഴിച്ചു തീർക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെ അതിനെ സംരക്ഷിക്കുക എന്ന ഉദ്ദേശത്തിൽ ബോധപൂർവമോ അല്ലാതെയോ അവർ യാത്ര ചെയ്തിരുന്നു. രണ്ടാമത്തെ കാര്യം, animal moved from one place to place, either in search of smaller prey or in case of deer or wild cattle, in search of grass and leaves. That is why those who hunted them had to follow their movements. അതായത് പലപ്പോഴും മൃഗങ്ങളും യാത്ര ചെയ്തിരുന്നുണ്ട്. കാരണം അവരുടെ ആഹാരത്തിന് വേണ്ടി അവർ യാത്ര ചെയ്യുന്നത് പോലെ തന്നെ അവരുടെ പിന്നാലെ നടക്കുന്ന മനുഷ്യരും യാത്ര ചെയ്യേണ്ടതായിട്ട് നിർബന്ധിക്കപ്പെട്ടു എന്നുള്ളതാണ് മറ്റൊരു കാര്യം. 3, plants and trees bear fruits in different seasons. So people may have moved from season to season in search of different kinds of plants. 4th, people, plants, and animals need water to survive. Water is found in lakes, streams, and rivers. While many rivers and lakes are perennial, others are seasonal. People living on their banks would have had to go in search of water during the dry seasons. ഇപ്പൊ പല കാരണങ്ങളാണ്. ഒന്ന്, എന്താ പറയാ, ഒരിടത്ത് താമസിച്ചാൽ മുഴുവൻ ഭക്ഷിച്ചു തീർക്കും എന്നുള്ള പേടി. 2, മൃഗങ്ങൾ യാത്ര ചെയ്യുന്നത് അതിനെ പിടിക്കാൻ വേണ്ടി അവയുടെ പിന്നാലെയുള്ള യാത്ര. 3, എന്താണ്, പല ഭക്ഷണങ്ങളും ലഭ്യമാവുന്ന സീസണിലാണ്. വെള്ളത്തിന്റെ ലഭ്യത തുടങ്ങിയിട്ടുള്ള പല കാരണങ്ങൾ കൊണ്ടാണ് ഈ ഹണ്ടർ ഗ്യാദറേഴ്സ് മൂവ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഇവിടുത്തെ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് പറയുന്നത്. ഇവിടെ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. കൺസിഡർ ദ ഫോളോവിംഗ് സ്റ്റേറ്റ്മെന്റ്സ് ഓൺ മൈഗ്രേഷൻ ഓഫ് ഹണ്ടർ ഗ്യാദറേഴ്സ്. 1, they chase prey, eatable fruits and seasons. Many rivers are perennial in nature and some are seasonal. Therefore, they travel in search of it. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് പറയുന്നു, എന്താണ്, അവര് ആഹാരത്തിന്റെ പിന്നാലെയുള്ള പാച്ചിലായിരുന്നു. 2, വെള്ളം ലഭ്യമാകുന്നത് പല സീസണിലും പലതായതുകൊണ്ട് ഇവർ എന്ത് ചെയ്തിട്ടുണ്ട്? അവയുടെ പുറകെയും അല്ലെങ്കിൽ അവർ ലഭ്യമാകുന്നിടത്തേക്കും യാത്ര ചെയ്തിട്ടുണ്ട്. ഇതൊക്കെയാണ് ഈ ഹണ്ടർ ഗ്യാദറേഴ്സ് യാത്ര ചെയ്യാനുണ്ടായ കാരണങ്ങളായിട്ട് എടുത്ത് പറയുന്നത്. ഇങ്ങനത്തെ ആയിട്ട് വിച്ച് among the above statement are correct?
Option A only 1, option B only 2, option C both 1 and 2, option D neither 1 nor 2. ഇവിടുത്തെ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. കാരണം അവർ ആഹാരത്തിന്റെ അല്ലെങ്കിൽ ഇരകളുടെ അല്ലെങ്കിൽ ചെറിയ ആനിമൽസിന്റെ പുറകെ പോയിട്ടുണ്ട്. ഈറ്റബിൾ ഫ്രൂട്ട്സും അല്ലെങ്കിൽ സീസൺ കാരണമുള്ള വേരിയേഷൻ കാരണം പല ഭക്ഷണ പദാർത്ഥങ്ങളും ലഭ്യമാകുന്നത് വ്യത്യസ്തമായിട്ടുള്ള സീസണുകളിലായതുകൊണ്ടും അതിന്റെ പുറകെയും ഇവർ യാത്ര ചെയ്തിട്ടുണ്ട്. 2, പലപ്പോഴും വെള്ളം ലഭ്യമാവുന്നത് പെരണിയൽ ഇൻ നേച്ചർ, സമ്മർ ആൻഡ് സീസണൽ. ഇപ്പൊ ചിലത് എന്താണ്, എപ്പോഴും വെള്ളം കാണും, ചിലത് സീസണലി മാത്രമേ വെള്ളം കാണുള്ളൂ. അതുകൊണ്ടും അതിന്റെ പിന്നാലെയും അവർ യാത്ര ചെയ്തിട്ടുണ്ട്. ഇതിലെ 2 സ്റ്റേറ്റ്മെന്റുകളും ശരിയാണ്. അപ്പോൾ ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ഇങ്ങനെയുള്ള സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് നമുക്കിവിടെ പ്രതീക്ഷിക്കാം. നിങ്ങൾ പരീക്ഷയ്ക്ക് നോക്കുന്ന സമയത്ത് നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നിങ്ങളുടെ കൈ കിട്ടുമ്പോൾ ഇത്രയും ഭാഗം നോക്കുന്നതിന് മുൻപ് ഈ ഒരു ഭാഗത്തിനകത്ത് ഈ ഒരു സ്റ്റേറ്റ്മെന്റിനകത്ത് ഈ വാക്ക് ഏതാണ് നോക്കണം. ദിസ് ഇസ് ദ കീവേഡ് ഓഫ് ദിസ് ക്വസ്റ്റ്യൻ. ഈ കീവേഡ് ഒന്ന് കൃത്യമായി നോക്കാൻ ശ്രമിക്കണം. കാരണം ഈ കീവേഡ് കറക്റ്റ് ആണോ അല്ലെങ്കിൽ ഇൻകറക്റ്റ് ആണോ, ട്രൂ ആണോ ഫോൾസ് ആണോ തുടങ്ങിയിട്ടുള്ളത് എങ്ങനെയാണ് തന്നിരിക്കുന്നത് നോക്കിയിട്ട് വേണം നിങ്ങൾ ഇതിന്റെ ഒരു സ്റ്റേറ്റ്മെന്റിന്റെ അല്ലെങ്കിൽ ഉത്തരത്തിന്റെ ഒരു ഉത്തരം തിരഞ്ഞെടുക്കാനുള്ള ഒരു ശ്രമം നടത്തേണ്ടത്. ഫോർ എക്സാമ്പിൾ, ഇവിടെ ഇൻകറക്റ്റ് എന്നായിരുന്നു തന്നിരുന്നു വിചാരിക്കുക. ഇതിലാവില്ല കാര്യം. ഈ സ്റ്റേറ്റ്മെന്റ് ദേ ചേസ് പ്രൈസ് ഈറ്റബിൾ ഫ്രൂട്ട്സ് ആൻഡ് സീസൺ, അത് ശരിയാണ്. 2, വെള്ളത്തിന്റെ ലഭ്യതയ്ക്ക് അനുസരിച്ച് ഒരു യാത്ര, ഇതും ശരിയാണ്. ഇവിടെ ഇൻകറക്റ്റ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഈ 2 സ്റ്റേറ്റ്മെന്റ് ശരിയായതുകൊണ്ട് തന്നെ നമ്മൾ എങ്ങോട്ട് പോകും? ഓപ്ഷൻ ഡിയിലേക്ക് പോകും. അപ്പൊ ഇങ്ങനെ നമുക്ക് തെറ്റുകൾ അല്ലെങ്കിൽ ഒരു അപകടങ്ങൾ വരാൻ സാധ്യത ഉള്ളത് കൊണ്ട് തന്നെ ഈ ഒരു സ്റ്റേറ്റ്മെന്റിന്റെ ഈ ഒരു ക്വസ്റ്റ്യൻ കൃത്യമായിട്ടൊന്ന് പരിശോധിച്ചതിന് ശേഷം മാത്രമേ നിങ്ങൾ ചോദ്യത്തിന്റെ ബാക്കിയുള്ള ഭാഗത്തേക്ക് അല്ലെങ്കിൽ സെർച്ച് ചെയ്യാവുള്ളൂ. ഹൗ ഡു വി നോ അബൌട്ട് ദീസ് പീപ്പിൾ? Archaeologists have found some of the things hunter-gatherers made and used. It is likely that people made and used tools of stone, wood and bone, of which stone tools have survived best. ഇവിടെ പലപ്പോഴും എന്താണ്, ആളുകൾ ഉപേക്ഷിച്ചിരിക്കുന്ന അല്ലെങ്കിൽ ആളുകളുടെ കയ്യിൽ നിന്ന് കൈമോശം വന്നിരിക്കുന്ന വസ്തുവകകളുടെ ലഭ്യതയാണ് പലപ്പോഴും എന്ത് ചെയ്യുന്നത്, ഓരോ ആളുകളുടെയും ടെസ്റ്റിമോണിയലായി മാറുന്നത്. ഫോർ എക്സാമ്പിൾ, ചില ആളുകളുടെ പുസ്തകങ്ങൾ, ചില ആളുകളുടെ ഉപയോഗിച്ചിരുന്ന വസ്തുക്കൾ, വസ്ത്രങ്ങൾ തുടങ്ങിയൊക്കെ സംരക്ഷിച്ചു വെക്കാറുണ്ട്. പക്ഷെ ഇവിടെ അത്തരത്തിലുള്ള സാഹചര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല. പക്ഷെ അന്നത്തെ ജീവിതം എങ്ങനെയായിരുന്നു എന്നറിയാനുള്ള ചില ടെസ്റ്റിമോണിയൽസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതാണ് എന്തെന്ന് പറയുന്നത്, ഇത്തരത്തിലുള്ള ഒരു സ്റ്റോൺ ടൂൾസ് അല്ലെങ്കിൽ ബോൺ ടൂൾസ് അല്ലെങ്കിൽ വുഡ് ടൂൾ എന്ന് പറയുന്നത്. വുഡും സ്റ്റോണും ബോണും ഒക്കെ, എന്നാൽ ബോണും വുഡും ഒരു പരിധിക്ക് അപ്പുറത്തേക്ക് നീണ്ടു നിൽക്കുന്ന അല്ലെങ്കിൽ പ്രിസർവ് ചെയ്യാൻ പറ്റുന്നതിനേക്കാൾ അപ്പുറത്തേക്ക് എന്ത് ചെയ്യാറുണ്ട്, സ്റ്റോൺ ടൂളുകൾ പ്രിസർവ് ചെയ്യപ്പെടാറുണ്ട്. അപ്പോൾ സ്റ്റോൺ ടൂൾസിനെയാണ് ഇവിടെ നമ്മൾ അധികവും ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഇപ്പൊ ഇവിടെ നിങ്ങൾ നോക്കുമ്പോൾ കുറെ അധികം ABCDE 4 തരത്തിലുള്ള സ്റ്റോൺ ടൂളുകൾ തന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ഈ 13ാമത്തെ പേജിന്റെ ഈ ഭാഗത്തേക്ക് നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്ന ചില സ്റ്റോൺ ടൂളുകളുടെ ടൈപ്പ് തന്നിട്ടുണ്ട്. ദീസ് ആർ എക്സാമ്പിൾസ് ഓഫ് എർലിയർ സ്റ്റോൺ ടൂൾസ്. അതായത് ഇത് പല കാലഘട്ടങ്ങളിൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന സ്റ്റോൺ ടൂളുകളുടെ ഒരു ചിത്രമാണ് ഇവിടെ തന്നിരിക്കുന്നത്. ഇത് പലപ്പോഴും തന്നിരിക്കുന്ന ഒരു കൂർത്ത അഗ്രങ്ങളാക്കി എടുത്തതിന് ശേഷം എന്താണ്, ചിലത് തയ്ക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാറുണ്ട്, ചിലത് ചോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാറുണ്ട്. മറ്റ് എന്തൊക്കെ ആവശ്യങ്ങൾക്കാണോ ആവശ്യങ്ങൾക്കൊക്കെയും ഇവർ ഈ സ്റ്റോൺ ടൂളുകൾ ഉപയോഗിച്ച് കാണാറുമുണ്ട്. അതിനുശേഷം ഇവിടെ ഒരു മാപ്പ് തന്നിട്ടുണ്ട്. Look at map 2 below. All the places marked in red triangles are sites from which archaeologists have found evidence of hunter-gatherers. Hunter-gatherers lived in many more places. Only some are shown on the map. Many sites were located near sources of water such as rivers and lakes. ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന സ്റ്റോൺ ടൂളുകൾ തന്നിരിക്കുന്ന ആൾക്കാർ പാലിയോലിത്തിക് ആയിട്ടുള്ള ഒരു സൈറ്റ് ആണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുക. പ്രധാനമായിട്ടും നമുക്ക് 3 എണ്ണമാണ് കാണിക്കുക. കുർണൂൾ, ഹങ്സി, ബിംബേദ്ക. 3 സ്റ്റോൺ ടൂളുകൾ അല്ലെങ്കിൽ ഇവിടെയാണ് നമ്മൾ അല്ലെങ്കിൽ സ്റ്റോൺ ഹണ്ടർ ഗ്യാദറേഴ്സ് മിക്കവാറും കണ്ടിരുന്നത്. ഓക്കെ, അപ്പൊ ഇതിനകത്ത് എന്താണ്, ഓക്കെ, ഇതിനകത്ത് എന്താണ് ഇതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുന്നതിന് മുമ്പ് എന്താണ് ഈ പാലിയോലിത്തിക് സൈറ്റ്, എന്താണ് നിയോലിത്തിക് സൈറ്റ് തുടങ്ങിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കണം. ഈ പാലിയോലിത്തിക് എന്ന് പറയുന്നത് 2 വാക്കിൽ നിന്ന് വന്നിരിക്കുന്ന ഒന്നാണ്. പാലിയോ എന്ന് പറയുന്നത് ഓൾഡ് എന്നും ലിത്തോസ് മീൻസ് എന്ന് സ്റ്റോൺ എന്നുമാണ്. ഓൾഡ് സ്റ്റോൺ, അതായത് പുരാതന ശിലായുഗം എന്ന് വേണമെങ്കിൽ പറയാം. പാലിയോലിത്തിക് സൈറ്റ്, പാലിയോ മീൻസ്
ഓൾഡ് എന്നും, ലിത്തോസ് മീൻസ് എന്ന് പറഞ്ഞാൽ എന്താണ് കല്ലുകളും എന്നാണ് അർത്ഥം. പാലിയോലിത്തിക് പീരീഡ് കാണുന്നത് ഏകദേശം 2 മില്യൺ ഇയേഴ്സ് മുതൽ 12,000 വർഷങ്ങൾക്ക് മുൻപ് വരെയുള്ള ഒരു കാലഘട്ടമാണ് നമുക്ക് എന്ത് പറയുന്നത് ഈ പാലിയോലിത്തിക് സൈറ്റ് എന്ന് പറയുന്നത്. അതായത് ഏകദേശം 99% മനുഷ്യന്റെ 99% ചരിത്രവും അവശേഷിക്കുന്ന പേറുന്ന ഒരു കാലഘട്ടമാണ് 20 ലക്ഷം വർഷങ്ങൾക്ക് മുൻപ് മുതൽ 12,000 വർഷങ്ങൾക്ക് മുൻപ് വരെയുള്ള ഒരു കാലഘട്ടം. ഈ ഒരു കാലഘട്ടത്തിലാണ് നമുക്ക് പാലിയോലിത്തിക് സൈറ്റ് എന്ന് പറയാൻ പറ്റുക. അതിനുശേഷമുള്ള ഒരു കാലഘട്ടത്തിൽ എന്താണ് 12,000-നും 10,000-നും ഇടയ്ക്കുള്ള ഒരു കാലഘട്ടങ്ങളിൽ നമുക്ക് എന്ത് വിളിക്കാം, ഒരു മെസോലിത്തിക് അല്ലെങ്കിൽ മിഡിൽ സ്റ്റോൺ, മധ്യശിലായുഗം എന്ന് വേണമെങ്കിൽ വിളിക്കാം. അങ്ങനെയുള്ള സമയത്താണ് എന്താണ് ചെറിയ കല്ലുകൾ വെച്ചുള്ള ഒരു സാധനങ്ങൾ ഉണ്ടാക്കുകയും മൈക്രോലിത്തിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഉപയോഗിക്കുകയും ചെയ്യുന്നു. അതിനുശേഷം 10,000 വർഷങ്ങൾക്ക് അല്ലെങ്കിൽ 10,000 വർഷങ്ങൾക്ക് ശേഷമുള്ള ഒരു കാലഘട്ടത്തിൽ നമുക്ക് എന്ത് വിളിക്കാം, നിയോലിത്തിക്, ആധുനിക ശിലായുഗം എന്നും വിളിക്കാം. ഇവിടെ പാലിയോലിത്തിക് സൈറ്റ്, നിയോലിത്തിക് സൈറ്റ് എന്ന് പറഞ്ഞ രണ്ട് സ്ഥലം. പാലിയോ മീൻസ് പലിയോലിത്തിക് എന്ന് വെച്ചാൽ ഓൾഡ് സ്റ്റോൺ. പഴയ പാലിയോ മീൻസ് ഓൾഡ് എന്നും ലിത്തോസ് മീൻസ് സ്റ്റോൺ എന്നുമാണ്. നിയോ മീൻസ് പുതിയത്, ലിത്തോസ് മീൻസ് സ്റ്റോൺ. അപ്പം അതിനിടയ്ക്കുള്ള സംഭവമാണ് 12,000 മുതൽ 10,000 വരെയുള്ള വർഷങ്ങളാണ് നമ്മൾ എന്ത് വിളിക്കാം, മെസോലിത്തിക് എന്ന് വിളിക്കാം. അതിനുശേഷം 10,000 തൊട്ടുള്ള വർഷങ്ങളിൽ നമുക്ക് നിയോലിത്തിക് എന്നും വിളിക്കാം. ഇങ്ങനെയുള്ള ഒരു കാലഘട്ടങ്ങളിലേക്ക് വരുന്നത്. ഇവിടെ നമുക്ക് പ്രധാനമായിട്ട് എടുത്തിരിക്കുന്നത് ഹങ്സി, കുർണൂൽ, ഭിംബേത്ക പോലുള്ള സ്ഥലങ്ങളിലാണ് നമ്മളിവിടെ മാർക്ക് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഈ ട്രയാങ്കിൾ, റെഡ് ട്രയാങ്കിൾ ആണ്. ഒന്ന് നമുക്ക് കുർണൂൽ ഉണ്ട്, ഹങ്സി ഉണ്ട്, ഭിംബേത്ക ഉണ്ട്. അപ്പൊ ഇവിടെ നിങ്ങളോട് വേണമെങ്കിൽ എങ്ങനെ വേണമെങ്കിലും ചോദ്യങ്ങൾ വരാം. ഈ മാപ്പ് സ്റ്റഡി ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ഇൻ യുവർ എക്സാമിനേഷൻ. അപ്പൊ ഇതിനെ ബേസ് ചെയ്തിട്ട് ഞാൻ ഒരു റാൻഡം ആയിട്ട് എടുത്തിരിക്കുന്ന ഒരു ചോദ്യമാണ് ഈ തന്നിരിക്കുന്നത്. ഇവിടെ ഞാൻ ചോദിച്ചിരിക്കുന്നത് നിയോലിത്തിക് സൈറ്റുകളെ പറ്റിയിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. ആധുനിക ശിലായുഗത്തെ പറ്റിയിട്ടാണ് നമ്മളിവിടെ ചോദിച്ചിരിക്കുന്നത്. ഇതൊരു ചോദ്യമാണ്, ഇതൊരു റാൻഡം ക്വസ്റ്റ്യൻ തന്നെയാണ്. 4 സ്ഥലം തന്നിട്ടുണ്ട്. ഒന്ന് ബുർസഹോം, മെഹ്റഗർ, ചിരന്ത്, പയ്യമ്പള്ളി. ഇവയെ വെസ്റ്റിൽ നിന്ന് ഈസ്റ്റിലേക്കുള്ള ഓറിയന്റേഷനിലേക്ക് അടയാളപ്പെടുത്തുക എന്നതാണ് പറയാം. അപ്പൊ നിങ്ങളോട് പലപ്പോഴും ഇങ്ങനെ ചോദ്യങ്ങൾ കാണാൻ സാധ്യതയുള്ളത് കൊണ്ട് തന്നെ ഇത് കൃത്യമായിട്ട് വായിക്കാൻ ശ്രദ്ധിക്കുക. അപ്പം ഒന്ന് എവിടെയാണ് ബുർസഹോം, ഈ മാപ്പ് നോക്കുമ്പോൾ മനസ്സിലാവും ഇത് നമുക്ക് വേണമെങ്കിൽ ഏറ്റവും വെസ്റ്റേൺ പോയിന്റ് ആണെന്ന് അറിയാം തന്നതിൽ വെച്ച്. 2 തന്നിരിക്കുന്നത് മെഹ്റഗർ ആണ് ഏറ്റവും എക്സ്ട്രീം പോയിന്റിലേക്ക് വന്നിരിക്കുന്നത്. ഇവിടെ നമ്മൾ 2 എന്ന് എഴുതി. അപ്പൊ ഇനി അടുത്തത് ബുർസഹോം ആണ്. ബുർസഹോം എവിടെയാണ്, നമുക്ക് ഇവിടെയാണ്, അല്ലെങ്കിൽ ബുർസഹോം എവിടെയാണ് തന്നിരിക്കുന്നത്, മെഹ്റഗർ ഇവിടെയാണ്. ഇപ്പൊ ഏറ്റവും വെസ്റ്റേൺ സൈഡിൽ മെഹ്റഗർ കാണാം. അപ്പം ബുർസഹോം എന്ന് പറയുന്നത് 2ാമത്തെ ഭാഗമാണെന്ന് വേണമെങ്കിൽ പറയാം. ഇനി അടുത്ത ചിരന്തുണ്ട്, പയ്യമ്പള്ളി ഉണ്ട്. അപ്പൊ പയ്യമ്പള്ളി നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും, ബുർസഹോമിനെ നമ്മൾ ഈ ഒരു മാപ്പ് 1, 2 നിങ്ങൾ എടുക്കുവാണെങ്കിൽ 3ാമത്തെ ലെവലിലേക്ക് വന്നിട്ടുണ്ട്. 4 ചിരന്ത്. അപ്പൊ ഇതിങ്ങനെ നോക്കുവാണെങ്കിൽ മെഹ്റഗർ 2, 1, 3, 4 ഇത്തരത്തിൽ ഇങ്ങനത്തെ അറേഞ്ച് ചെയ്തിട്ടുള്ള ഒരു ചോദ്യങ്ങളും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇതാണ് ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ഇങ്ങനെയുള്ള മാപ്പ് സ്റ്റഡീസും എന്ത് ചെയ്യാറുണ്ട്, വരാറുണ്ട്. ഇത് മാത്രമല്ല, ഇങ്ങനെ ഒരു മാപ്പ് സ്റ്റഡി മാത്രമല്ല, ഇതുമായിട്ട് ബന്ധപ്പെടുത്തി അടുത്ത ചോദ്യങ്ങളിലേക്ക് നമ്മൾ നോക്കുന്ന സമയത്ത് അവിടെയും വരാറുണ്ട്. അപ്പൊ ഞാനത് ഒരു ചോദ്യം നിങ്ങളെ കാണിക്കാം. ഓക്കെ, കൺസിഡർ ദ ഫോളോവിംഗ് സ്റ്റേറ്റ്മെന്റ്സ് ഓൺ പാലിയോലിത്തിക് പീപ്പിൾ. Paleolithic peoples are well aware about fire and limestone. Hangsi and Kurnool caves are 2 important Paleolithic sites in South India. ഇതും എന്താണ് ഒരു പ്രധാനപ്പെട്ട ഒരു ചോദ്യമായിട്ട് വേണമെങ്കിൽ ഈ മാപ്പുമായി ബന്ധപ്പെട്ട് ചോദിക്കാം. മാപ്പ് സ്റ്റഡി ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ യുവർ പ്രിലിംസ് എക്സാമിനേഷൻ. വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ഗെയിൻ ചെയ്യാൻ പറ്റുന്ന 2 മാർക്കാണ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുക. ഇവിടെ ഞാൻ പറഞ്ഞ 2 പോയിന്റുകൾ ഓർമ്മയിലുണ്ടാവുക. എന്താണ് പാലിയോലിത്തിക് സൈറ്റ് എന്ന് വെച്ചാൽ, പാലിയോ മീൻസ് ഓൾഡ്, ലിത്തോസ് മീൻസ് സ്റ്റോൺസ്, നിയോലിത്തിക് മീൻസ് ആധുനിക ശിലായുഗം. ഇപ്പൊ മെഗാലിത്തിക് എന്തൊക്കെയാണ് നമുക്ക് മുന്നോട്ട് നമുക്ക് നോക്കി വരുമ്പം നമുക്ക് മനസ്സിലാക്കാം. ഫോർ ദ ടൈം ബീങ് ഈ ഒരു മാപ്പിന്റെ ഇമ്പോർട്ടൻസ് ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. A stone tool were important. People tried to find places where good quality stone was easily available. Places where stone was found and where people made tools are known as factory sites. അപ്പൊ ഇവിടുത്തെ ഈ ചോദ്യം, ഈ ഒരു സ്റ്റേറ്റ്മെന്റ് നിങ്ങളൊന്ന് ഓർമ്മയിൽ ഉണ്ടാവണം. കാരണം കുറച്ചു മുമ്പ് നമ്മളൊരു ക്വസ്റ്റിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു വന്ന സമയത്ത് ഇവിടെ ഈ പുറകുവശത്ത് ഇവിടെ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു എന്തുകൊണ്ടാണ് ഈ ഹണ്ടർ ഗ്യാദേഴ്സ് യാത്ര ചെയ്തിട്ടുണ്ടെന്ന്. ഇതിലേതെങ്കിലും സ്റ്റേറ്റ്മെന്റ് ഒഴിവാക്കിയിട്ട്
ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ആഡ് ചെയ്താൽ, അതായത് പീപ്പിൾ ട്രാവൽഡ് എ ലോഡ് ടു ഫൈൻഡ് ഔട്ട് ഗുഡ് ക്വാളിറ്റി സ്റ്റോൺ. ഈ ഒരു ചോദ്യം എന്ത് ചെയ്യണം, ഈ ഒരു സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ മനസ്സിലാക്കും. അപ്പം കല്ലിന് വേണ്ടിയിട്ടും ഇവർ യാത്ര ചെയ്തിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതൊരു കണക്ട് ചെയ്ത് ആലോചിക്കുക. ഗുഡ് ക്വാളിറ്റി എക്യുപ്മെന്റ്സ് ഉണ്ടെങ്കിലാണ് ഗുഡ് ക്വാളിറ്റി ഹണ്ടിങ് നടക്കുള്ളൂ, അല്ലെങ്കിൽ ഗുഡ് ക്വാളിറ്റി ലൈഫ് ഉണ്ടാവുള്ളൂ. അപ്പം ഈ ഗുഡ് ക്വാളിറ്റി എക്യുപ്മെന്റ്സിന് വേണ്ടിയിട്ടും ഇവർ യാത്ര ചെയ്തിട്ടുണ്ട്. ദാറ്റ് ഇസ് സ്റ്റോൺ ടൂൾ. ഇത്തരത്തിലുള്ള യാത്രകളും ചെയ്തിട്ടുണ്ട്. അപ്പം അങ്ങനെയും എന്തുകൊണ്ടാണ് യാത്ര ചെയ്തിരിക്കുന്നത്? 4 റീസൺസ് അല്ല, വേണമെങ്കിൽ ഇനിയൊരു റീസൺ കൂടെ പറയാം. എന്താണ്? വളരെ നല്ല ക്വാളിറ്റി ഉള്ള കല്ലുകൾ കണ്ടെത്തിക്കൊണ്ടും ഇവർ യാത്ര ചെയ്തിട്ടുണ്ട്. പ്ലേസസ് വേർ സ്റ്റോൺ വാസ് ഫൗണ്ട് ആൻഡ് ദ പീപ്പിൾ മെയ്ഡ് ടൂൾസ് ആർ നോൺ ആസ് ഫാക്ടറി സൈറ്റ്സ്. ഇവിടെ നല്ല സ്ഥലങ്ങൾ കണ്ടെത്തുകയും അവിടെ അവർ ജീവിക്കുകയും നല്ല മൂർച്ചയുള്ള ആയുധങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തു. അങ്ങനെയുള്ള സ്ഥലങ്ങളെയാണ് നമ്മൾ വിളിക്കുക ഫാക്ടറി സൈറ്റ്സ് എന്ന് വിളിക്കാറുണ്ട്. അപ്പൊ അങ്ങനെ നോക്കുവാണെങ്കിൽ usually we find blocks of stone tools were made and perhaps discarded because they were not perfect, and chips of waste stone tool left behind at these sites. Sometimes people lived here for longer spells of time. These sites are called habitation cum factory site. ഇവിടെ എന്താണ്, ചില സ്ഥലങ്ങൾ ഹാബിറ്റേഷൻ സ്ഥലം, താമസ സ്ഥലം, ഫാക്ടറി സ്ഥലം, നല്ല ക്വാളിറ്റി ആയുധങ്ങൾ ഉണ്ടാക്കിയ സ്ഥലം, ഹാബിറ്റേഷൻ കം ഫാക്ടറി കുറച്ച് കൂടുതൽ കാലം ജീവിക്കുകയും എന്നാൽ ആയുധങ്ങൾ ഉണ്ടാക്കുകയും ചെയ്ത സ്ഥലം. അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. പ്രധാനമായും ഇവിടെ മനസ്സിലാക്കേണ്ടത് ഇത്രയേ ഉള്ളൂ, ഇവിടെ ആളുകൾ യാത്ര ചെയ്തിട്ടുണ്ട്, എന്തും തേടിയിട്ടുണ്ട്, ഇതുപോലുള്ള കല്ലുകൾ തേടിയും യാത്ര ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് ഇവിടെ ഒരു ബോക്സ് ഉണ്ട് ഈ പുസ്തകത്തിന്റെ സൈഡിൽ. ബിംബേക്ക ഇൻ പ്രസന്റ് ഡേ മധ്യപ്രദേശ്, സം സൈറ്റ് നോൺ ആസ് ഹാബിറ്റേഷൻ സൈറ്റ്സ് ആർ പ്ലേസസ് വേർ പീപ്പിൾ ലിവ്ഡ്. These include caves and rock shelters such as one shown here. People chose these natural caves because they provided shelter from the rain, heat and wind. Natural caves and rock shelters are found in the Vindhyas and Deccan Plateau. These rock shelters are close to the Narmada Valley. ഇപ്പം എന്തുകൊണ്ടാണ് ഇപ്പൊ നമ്മളിവിടെ നോക്കിയാൽ ഇപ്പൊ നർമ്മദ വാലിയുമായിട്ട് വളരെ അടുത്താണ് ജീവിക്കാൻ വേണ്ടി. കാരണം എന്താണ്? വാട്ടർ അവൈലബിലിറ്റിക്ക് അടുത്ത് ജീവിക്കാൻ ഇവർ ആഗ്രഹിച്ചിരുന്നു എന്ന് മാത്രമാണ് മനസ്സിലാക്കേണ്ടത്. മേക്കിംഗ് ഓഫ് സ്റ്റോൺ ടൂൾസ്, 2 തരത്തിലുള്ള സ്റ്റോൺ ടൂൾ മേക്കിംഗ് പ്രോസസ് ആണ് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്നത്. ഒന്ന് സ്റ്റോൺ ഓൺ സ്റ്റോൺ മെത്തേഡ്, 2 പ്രഷർ ഫ്ലേക്കിംഗ്. ഒന്ന് സ്റ്റോൺ ഓൺ സ്റ്റോൺ ടൂൾ, അതായത് ഒരു കല്ലിന്റെ മുകളിൽ കല്ല് വെച്ച് ഇടിച്ചിടിച്ചിട്ട് ഉപയോഗിക്കുക. രണ്ടാമത് പ്രഷർ ഫ്ലേക്കിംഗ് എന്ന് പറയുന്നത് ഒന്ന് മറ്റേതെങ്കിലും സ്ട്രോങ്ങർ ആയിട്ടുള്ള പ്രതലത്തിൽ വെച്ചുകൊണ്ട് കൊത്തി ഉണ്ടാക്കുന്ന ഒന്നിനെയാണ് പ്രഷർ ഫ്ലേക്കിംഗ് എന്ന് പറയുന്നത്. ഇനി അടുത്ത നോക്കുന്ന സമയത്ത് ഫൈൻഡ് അബൌട്ട് ദ കുർണൂൽ കേസ് ഓൺ മാപ്പ് 2. Traces of ash have been found here. This suggests that people were familiar with the use of fire. The fire could have been used for many things as a source of light, to roast meat and scare away animal. പല രീതിയിൽ കുർണൂൽ കേസ് നമ്മൾ നോക്കുന്ന സമയത്ത് എന്തറിയാം, ഒരു പാലിയോലിത്തിക് സൈറ്റ് ആണ് കുർണൂൽ കേസ്. കറണ്ട് ആന്ധ്രയിലാണ് കുർണൂൽ കേസ് ഉള്ളത്. ഇത് ഹങ്സി ഒരു എന്താണ് നമ്മുടെ ഒരു പാലിയോലിത്തിക് സൈറ്റ് ആണ്. ബിംബേത്ക ഒരു പാലിയോലിത്തിക് സൈറ്റ് ആണ്. നിങ്ങൾ നോക്കുവാണെങ്കിൽ ബിംബേത്കയിലുണ്ട്, ഹങ്സി, കുർണൂൽ, ഈ 3 സ്ഥലങ്ങളിലും എന്താണ് ഒരു പാലിയോലിത്തിക് സൈറ്റ് ആണ് നമുക്കറിയാം. ഇപ്പൊ പാലിയോലിത്തിക് സൈറ്റ് ആണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് മനസ്സിലാക്കുക, ഇവിടെ ഇവർ എന്ത് ഉപയോഗിച്ചിട്ടുണ്ട്? കുർണൂൽ കേസിൽ എന്തുണ്ടായിരുന്നു? ഫയർ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇനി നോക്കിയാൽ ഒരു കാര്യം മനസ്സിലാക്കുക, ഈ ഒരു ബെൽറ്റ് എന്ന് പറയുന്നത് ലൈം സ്റ്റോണിന്റെ അവൈലബിലിറ്റി ഉള്ള സ്ഥലമാണ്. അപ്പൊ ലൈം സ്റ്റോൺ ആയിട്ടുള്ള ഒരു സ്ഥലമാണ് ഇവിടെയും എന്ന് പറയുന്നത്. അപ്പൊ വേണമെങ്കിൽ നിങ്ങളോട് ചോദിക്കാം, ഒരു സ്റ്റേറ്റ്മെന്റ് ചോദിക്കാം. ഓക്കെ, ഇവിടെ ചോദിക്കാം എന്താണ് നിയോലിത്തിക് അല്ലെങ്കിൽ പാലിയോലിത്തിക് പീപ്പിൾ വെൽ അവെയർ അബൌട്ട് വാട്ട്? ഫയർ. ദേ ന്യൂ അബൌട്ട് വാട്ട്? ലൈംസ്റ്റോൺ. ഈ 2 കാര്യങ്ങൾ നോക്കണം. അതായത് നമ്മുടെ ഈ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന അല്ലെങ്കിൽ പാലിയോലിത്തിക് കുർണൂൽ കേസിൽ അവർക്ക് എന്താ ഫയറിന്റെ അല്ലെങ്കിൽ ആഷ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. പ്ലസ് ഇവർക്ക് എന്തിനെ കുറിച്ച് അറിയാമായിരുന്നു? ലൈം സ്റ്റോണിനെ കുറിച്ച് അറിയാം. കാരണം അവർ ജീവിച്ചിരുന്ന സ്ഥലങ്ങളിൽ ഏറ്റവും കൂടുതൽ കാണപ്പെട്ടുകൊണ്ടിരുന്നത് ലൈം സ്റ്റോൺ തന്നെയായിരുന്നു. 12,000 വർഷങ്ങൾക്ക് ശേഷം, അല്ലെങ്കിൽ 12,000 വർഷങ്ങൾക്ക്, അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ 20 ലക്ഷം മുതൽ 12,000 വർഷങ്ങൾക്ക്, ആ 12,000 വർഷങ്ങൾക്ക് മുൻപ് എന്തുണ്ടായിട്ടുണ്ട്? പ്രധാനപ്പെട്ട ക്ലൈമറ്റ് ചേഞ്ചുകൾ ഉണ്ടായ സമയത്ത് പലപ്പോഴും എന്തുണ്ട്, ആളുകൾ എന്ത് ചെയ്തിട്ടുണ്ട്? പ്രധാനമായിട്ടും വാം കണ്ടീഷനിലേക്ക് ആൾക്കാർ മാറി താമസിക്കുകയും ഗ്രാസ് ലാൻഡുകൾ ഡെവലപ്പ് ചെയ്യുകയും അപ്പോൾ ഉണ്ടായ മാറ്റങ്ങൾക്ക് വേണ്ടിയിട്ട് അവർ യാത്ര ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിനു മുൻപ് നമുക്ക് ഈ കുർണൂൽ കേസിനെ പറ്റി ജസ്റ്റ് ഒരു കുറച്ച് ബേസിക് ഇൻഫർമേഷൻ കിട്ടേണ്ടതുണ്ട്. കാരണം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് കുർണൂൽ കേസ്. നമുക്ക് കാണാൻ സാധിക്കുന്നത്, അല്ലെങ്കിൽ ബെലാം കേസ് എന്നറിയപ്പെടുന്ന സ്ഥലം എന്ന് പറയുന്നത് ഇന്നത്തെ
കുർണൂൽ ഡിസ്ട്രിക്റ്റിലുള്ള ഈ ഒരു റേഞ്ചിലാണ്. ഇത് നമ്മുടെ കറന്റ് ഡേ ആന്ധ്രാപ്രദേശ് ആണ് അല്ലെ. അപ്പം അല്ലെങ്കിൽ സീമാന്ധ്ര എന്ന് വിളിക്കുന്ന ഒരു സ്ഥലം, ഇവിടെ തെലങ്കാന നമുക്കറിയാം. ഈ ഒരു ഭാഗത്താണ് എന്ത് ചെയ്യുന്നത്, നമുക്ക് കുർണൂൽ കേവ്സ് കാണപ്പെടാൻ സാധിക്കുക. ബേലം കേവ്സ് ഓൾസോ നോൺ ആസ് ബെലം ഗുഹാലു ഇൻ കുർണൂൽ ഡിസ്ട്രിക്ട് ഓഫ് ആന്ധ്രാപ്രദേശ് is the second longest cave in the Indian subcontinent open to the public. ഫസ്റ്റ് എന്ന് പറയുന്നത് ക്രേം ലിയാത് പ്ര എന്ന് പറയുന്ന മേഘാലയയിലുള്ള ഒരു ഗുഹയാണ് ഇന്ത്യയിലെ ഏറ്റവും ലോങ്ങസ്റ്റ് ആയിട്ടുള്ള നാച്ചുറൽ കേവ്. സെക്കൻഡ് ആണ് എന്ന് പറയുന്നത് കുർണൂൽ കേവ്സ് എന്ന് വിളിക്കുന്നത്. വേണമെങ്കിൽ ഇങ്ങനെ ചോദിക്കാം, വേറൊരു രീതി ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് ആലോചിച്ചു കഴിഞ്ഞാൽ ഇത്തരത്തിൽ ചോദിക്കാം. എന്താണെന്ന് വെച്ചാൽ, ഒന്ന് കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ഓൺ കുർണൂൽ കേവ്സ്. The Paleolithic people who lived in Kurnool region were aware about what? Fire. Another statement. It is the second longest natural cave in the Indian subcontinent. അങ്ങനെയും ഒരു ചോദ്യം വരാം. ഒന്നാമത്തെ വലിയ അല്ലെങ്കിൽ നാച്ചുറൽ കേവ് ഏതാണെന്ന് വെച്ചാൽ ക്രേം ലിയാത് പ്ര ഇൻ മേഘാലയ. ഇതുണ്ടാകാനുണ്ടായ കാരണം എന്ന് പറയുന്നത് അണ്ടർഗ്രൗണ്ട് വാട്ടറിന്റെ ഫ്ലോ കൊണ്ടാണ്. 1000 വർഷങ്ങൾക്ക് മുൻപ് ഇത്തരത്തിലുള്ള ഒരു കേവ് ഇവിടെ രൂപപ്പെട്ടത്. ഓക്കെ, അപ്പൊ ഇതാണ് പ്രധാനപ്പെട്ടുള്ള കാര്യം. ഇനിയിപ്പോൾ അടുത്തൊരു ഭാഗം എന്ന് പറയുന്നത് റോക്ക് പെയിന്റിങ്സ് ആൻഡ് വാട്ട് ദേ ടെൽ അസ്. ഈ ഒരു ചിത്രം കാണുമ്പോൾ അറിയാൻ പറ്റും എന്താണ്, ഒരു മാനിന്റെ പുറകെ ഒരു മനുഷ്യൻ പായുന്ന, അല്ലെങ്കിൽ എന്താണ് ഒരു വലിയ ഒരു എന്താ പറയാ, ഒരു ചേസ് ആണ് ഇവിടെ കാണാൻ സാധിക്കുക. അപ്പൊ ഇവിടെ വേറെ രീതി നമുക്ക് ചിന്തിക്കണം. ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ നേരിട്ട് ഒരിക്കലും നിങ്ങളോട് ചോദിക്കാൻ സാധിക്കില്ല. പകരം ദ പാലിയോലിത്തിക് പീപ്പിൾ എന്താണ്, പാലിയോലിത്തിക് പീപ്പിൾ ആ ഒരു കാലഘട്ടത്തിലുള്ള ആളുകൾക്ക് അവരുടെ കലാപരമായിട്ടുള്ള വികസനം സംഭവിച്ചിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. ഇത് വളരെയധികം റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു പിക്ചർ തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുക. ഇപ്പൊ കുർണൂൽ കേവ്സിലൊക്കെ എന്ത് ചെയ്യാറുണ്ട്, ഇത്തരത്തിലുള്ള റോക്ക് പെയിന്റിങ്സ് കണ്ടിട്ടുണ്ട്. Many of the caves in which these early people lived have painting on the walls. Some of the best examples are from Madhya Pradesh and southern Uttar Pradesh. These paintings show wild animals drawn with great accuracy and skills. ഇത്തരത്തിലുള്ള ഒരു എന്താണ് ഇവരുടെ ഏറ്റവും വികസിതമായിട്ടുള്ള രൂപം, അല്ലെങ്കിൽ ചിത്രരചന വളരെ അധികം പ്രചാരം നേരിട്ടുണ്ടെന്ന് പറയാം. കാരണം ഇവർ മനുഷ്യർ എവിടെയൊക്കെ ജീവിച്ചിട്ടുണ്ടോ അവിടെയൊക്കെ ഇവർ ഈ ഒരു ചിത്രങ്ങൾ വരച്ചിട്ടുണ്ട്. What? We have seen the earliest people hunted, gathered, planned, produced, made stone tools, painted on cave walls. Is there any way of finding out whether women hunted or men made stone tool, whether women painted or men gathered fruits and nuts? At present, we do not really know. However, there are at least two possibilities. Likely that both men and women have done many of these things together. It is also possible that some tasks were done by women and others only by men. And again, there could have been different practice in different parts of the subcontinent. ഇങ്ങനെ നമുക്കൊരു ക്ലിയർ കട്ട് ആയിട്ട് ഡിസിഷൻസ് ഒന്നും എടുക്കാൻ പറ്റില്ല. കാരണം സ്ത്രീകൾ ഒരു പർട്ടിക്കുലർ ജോലി മാത്രമാണ് ചെയ്തിരുന്നത് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം അവിടെ ഇത്തരത്തിലുള്ള നമ്മുടെ ഇന്നത്തെ തരത്തിലുള്ള ഒരു ക്ലാസ് ഡിഫറൻസിയേഷൻ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. കാരണം എല്ലാവരും വളരെ ഫിസിക്കലി ആക്റ്റീവ് ആയിരുന്നെങ്കിൽ മാത്രമാണ് അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചിരുന്നുള്ളൂ. ഒരു എക്സാമ്പിൾ നോക്കാം. ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മൾ കുർണൂൽ കേവ്സിനെ ബേസ് ചെയ്തിട്ട്. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ഓൺ പാലിയോലിത്തിക് പീപ്പിൾ. പാലിയോലിത്തിക് പീപ്പിൾ ആർ വെൽ അവെയർ അബൌട്ട് ഫയർ ആൻഡ് ലൈംസ്റ്റോൺ. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അങ്സി ആൻഡ് കുർണൂൽ കേവ്സ് ആർ ടു ഇമ്പോർട്ടന്റ് പാലിയോലിത്തിക് ഇൻ ഇന്ത്യ. അതും ശരിയാണ്, അപ്പൊ രണ്ടും ശരിയാണ് നമുക്കറിയാം. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു പോസിബിലിറ്റി ഉണ്ട്. ഇവിടെ ഇൻകറക്റ്റ് എന്ന് പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എന്താണ്, നമ്മളുടെ ഈ ക്വസ്റ്റ്യൻസിന്റെ ഈ ഭാഗം ഒന്ന് പരിശോധിച്ചതിന് ശേഷം മാത്രമേ ആൻസറിലേക്ക് പോകാവുള്ളൂ. ഇതിനകത്ത് ചോദ്യം ഉത്തരം ശരിയാണ്, ഈ സ്റ്റേറ്റ്മെന്റും ശരിയാണ്. പക്ഷെ ചോദ്യം വിച്ച് അമംഗ് ദ എബോവ് സ്റ്റേറ്റ്മെന്റ്സ് ഈസ് ഓർ ആർ ഇൻകറക്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഈ രണ്ടും ഇൻകറക്റ്റ് ആണെങ്കിൽ മാത്രമാണ് എന്ത് പറയാ, ബോത്ത് 1 and 2 പറയാൻ പറ്റുള്ളൂ. രണ്ടും തെറ്റല്ല എന്ന ഉത്തരമാണെങ്കിൽ ഇതാണ് നമ്മളുടെ. നിങ്ങൾ ഉദ്ദേശിക്കുന്ന എപ്പോഴും എന്താണ്, ഇത്തരത്തിലുള്ള സ്റ്റേറ്റ്മെന്റ് വരുന്ന ഭാഗങ്ങൾ കൃത്യമായി മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഇതാണ് പ്രധാനമായിട്ടുള്ള ഒരു കാര്യം എന്ന് മനസ്സിലാക്കേണ്ടത്. ഇതാണ് നിങ്ങളുടെ ചാപ്റ്റർ 2, നമ്മളുടെ അവർ പാസ്റ്റ് 1-ലെ ചാപ്റ്റർ 2 ഇതാണ്. സോ പ്ലീസ് റീഡ് ദ ടെക്സ്റ്റ് ബുക്ക്. ഹാവ് എ ഗ്രേറ്റ് ഡേ.